നിങ്ങളിൽ ഏറ്റവും സമുന്നതർ അവരവരെ കുടുംബത്തിൽ നല്ലവരാണ്. ഞാൻ എന്റെ കുടുംബത്തോട് ഏറ്റവും നല്ലവനാണ്. എന്റെ 9 ഭാര്യമാരോടും നിങ്ങൾ അഭിപ്രായം ചോദിച്ചോളൂ, അവകാശങ്ങളെപ്പറ്റി ചോദിച്ചോളൂ, സമ്പർക്കങ്ങളെപ്പറ്റി ചോദിച്ചോളൂ. ഞാൻ അവരുമായി സല്ലപിക്കുന്നതും സൗഹാർദ്ദത്തിൽ ഇടപഴകുന്നതും അവര് പറയുന്നതിന് മറുപടി പറയുന്നതും അവരോട് ഞാൻ ശകാരിക്കുന്നതും നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്കൂ. എങ്ങനെയാണെന്ന് പെട്ടെന്ന് മനസ്സിലാകും. അവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. നമ്മുടെ സ്വന്തം താല്പര്യങ്ങൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും സാഹചര്യങ്ങളിൽ കുറവ് വന്നു പോയാൽ അതിന് നാം കയർക്കരുത്, ചൂടാവരുത്, ഒരിക്കലും തെറിയഭിഷേകം നടത്തരുത്. സ്വന്തം കാര്യങ്ങളിൽ കുറവ് വന്നുപോയാൽ, ഉദാഹരണമായി പറയട്ടെ, നമുക്ക് വേണ്ടി ഔദാര്യമായി നമ്മുടെ ഭാര്യമാര് ചെയ്തു തരുന്നതാണ് വസ്ത്രം അലക്കുക എന്നത്. ഒരിക്കലും സഹോദരങ്ങളെ അവകാശം അല്ല. ഭക്ഷണം ഉണ്ടാക്കി തരുന്നതും അവകാശം അല്ല, ഔദാര്യമാണ്. അതുകൊണ്ട് സഹോദരിമാരെ, നാളെ മുതൽ അത് നിർത്തിവെക്കണം എന്നതല്ല പറഞ്ഞതിന്റെ താല്പര്യം. അതിനോ നിങ്ങൾക്ക് വലിയ പ്രതിഫലം കിട്ടുന്നുണ്ട്. സ്വർഗത്തിൽ കടക്കാൻ ഏറ്റവും വലിയ പക്വമായ കാര്യമാണത്. ഒരു സഹോദരി ഏറ്റവും കൂടുതൽ സ്വന്തം ഭർത്താവിനോട് നന്മ കാണിക്കുന്നതും ആ ഭർത്താവിന്റെ തൃപ്തി സമ്പാദിക്കുന്നതും ആ ഭർത്താവിന്റെ നിലപാടുകളോട് യോജിക്കുന്നതും പുരുഷന്മാർ ചെയ്യുന്ന സാമൂഹ്യ ബാധ്യതകൾക്ക് മുഴുവനും ആ ഒരൊറ്റ കാര്യം കൊണ്ട് കൂലി ലഭിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇപ്പോ ഒരു ഡിഫറൻസിന്റെ ചർച്ച നടക്കുന്ന കാലമാണ്. പലരും പറയുന്നത് സെപ്പറേഷൻ വേണ്ടാന്നാണ്. ഞാൻ ആ ചർച്ചയിലേക്ക് കൂടുതൽ കടക്കല്ല. ഒരു വിഷയം അവിടെ ഒരു ഹദീസ് വന്നുകൊണ്ട് പറയണം, അതുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ആരും പറയണ്ട. ബഹുമാനപ്പെട്ട അസ്മാ റളിയല്ലാഹു അൻഹ വന്നു. അസ്മാ ബിൻത് യസീദ് റളിയല്ലാഹു. അസ്മാ ബി വന്നിട്ട് ചോദിച്ചൊരു ചോദ്യം സ്വഹാബത്തൊക്കെ നിൽക്കുമ്പോൾ വല്ലാത്തൊരു ചോദ്യം. തങ്ങൾ വല്ലാതെ ശ്രദ്ധിച്ചു ആ ചോദ്യത്തിലേക്ക്. ഒരു സഹോദരിയുടെ ചോദ്യമാണ്. ഏതാണ് ചോദ്യവും ശ്രദ്ധിക്കുന്ന കേൾക്കുന്ന നേതാവാണല്ലോ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആര് ചോദിച്ചാലും, അറാബി ചോദിച്ചാലും ശരി, അടിമ ചോദിച്ചാലും ശരി, യജമാനൻ ആര് ചോദിച്ചാലും തങ്ങൾ കേൾക്കും. എന്താ ഈ സഹോദരി ചോദിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂലേ, തങ്ങളെ അല്ലാഹു അയച്ചിരിക്കുന്നത് പുരുഷന്മാരിലേക്കും സ്ത്രീകളിലേക്കും ഉള്ള നേതാവായിട്ടല്ലേ, റസൂലായിട്ടല്ലേ? തങ്ങൾ പറഞ്ഞു, അതെ, എന്നെ 2 വിഭാഗത്തിലേക്കും റസൂലായിട്ടാണ് അയച്ചിരിക്കുന്നത്. രണ്ട് വിഭാഗത്തിലേക്കും റസൂലായിട്ടാണ് എന്നെ അയച്ചിരിക്കുന്നത്. അപ്പൊ അസ്മാ ബിൻത് യസീദ് റളിയല്ലാഹു അൻഹയുടെ ചോദ്യം, പിന്നെ എന്താണ് ഈ അന്തരം? എന്താ നിങ്ങൾ ചോദിക്കുന്നത്? പുരുഷന്മാർക്ക് ജുമുഅയുണ്ട്, പുരുഷന്മാർക്ക് ജമാഅത്തുണ്ട്, അവർക്ക് ജനാസയുടെ കൂടെ പോകലുണ്ട്, യുദ്ധത്തിന് സംബന്ധിക്കലുണ്ട്, അവർക്കിങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞങ്ങൾ വീട്ടിലിരിപ്പാൻ, അവരുടെ സന്താനങ്ങളെ പരിരക്ഷിക്കുന്നു, അവർക്ക് ശിക്ഷണം നൽകുന്നു, മറ്റു ഭർത്താവിനും മറ്റു ആളുകൾക്കും ഭക്ഷണം ഒരുക്കുന്നു, മറ്റു സൗകര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു തരുന്നു. ഞങ്ങൾക്ക് ജുമുഅക്ക് വരാൻ പറ്റുന്നില്ലല്ലോ, ജമാഅത്തിന് സംബന്ധിക്കാൻ ഞങ്ങൾക്ക് വകുപ്പില്ലല്ലോ, അതുപോലെ തന്നെ ജനാസയുടെ കൂടെ പോരാനും ജിഹാദിലും ഞങ്ങൾക്ക് വകുപ്പില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, ഇതുപോലെ ദീൻ കാര്യം ചോദിക്കുന്ന ഒരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല. ദീനീ വിഷയത്തിലാണ് ഇത്രയും ഈ പെണ്ണ് ചോദിക്കുന്നത്. അപ്പോൾ പറഞ്ഞു, സഹോദരി, നീയും നിന്നെ ഈ വിഷയത്തിന് വേണ്ടി പറഞ്ഞയച്ച മുഴുവൻ സഹോദരിമാരും മനസ്സിലാക്കണം. എന്താ മനസ്സിലാക്കേണ്ടത്? നിങ്ങൾ ജുമുഅക്കും ജമാഅത്തിനും ജനാസ നിസ്കാരത്തിനും ഒന്നും വരണ്ട, ഒറ്റ കാര്യത്തിൽ ശ്രദ്ധിച്ചാൽ മതി. ഇന്ന ഹുസ്ന തബഉലി ഇഹ്ദാകുന്ന ലിസൗജിഹാ, നിങ്ങളിൽ ഒരാൾ അവരവരുടെ ഇണകൾക്ക് സേവനം ചെയ്ത് ജീവിക്കുന്നത്, വത്തിബഅഹാ മുവാഫഖതഹു, ഇണകളുടെ നിലപാടുകളോട് യോജിച്ച് ജീവിക്കുന്നത്, പിൻപറ്റി ജീവിക്കുന്നത്, വത്വലബഹാ മർളാതിഹി, ഭർത്താക്കന്മാരുടെ തൃപ്തി കാക്ഷിക്കുന്നത്,
യഅദിലു ദാലിക കുല്ലഹു, ജുമുഅക്കും ജമാഅത്തിനും ജനാസ നിസ്കാരത്തിനും ജിഹാദിനും ഒക്കെ വരുന്നതിനോട് കടപിടിക്കും. ഒന്ന് ചെയ്താൽ മതി, ഏറെ വിഷമിക്കേണ്ടതൊന്നുമില്ല. അതുകൊണ്ട് സഹോദരിമാര് ഖിദ്മത്തൊന്നും മുടക്കണ്ട, ഞാൻ ഔദാര്യാണെന്ന് പറഞ്ഞതുകൊണ്ട് ഖിദ്മത്തൊക്കെ നടന്നോട്ടെ, അള്ളാഹു ഏറെ പ്രതിഫലം നൽകുമാറാകട്ടെ. നമ്മുടെ സഹോദരിമാർ, ഉമ്മമാർ, അവർ ചെയ്യുന്ന ഖിദ്മകളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പക്ഷേ ഭർത്താക്കന്മാര് അങ്ങനെയാണല്ലോ ചിന്തിക്കേണ്ടത്. സ്വന്തം കാര്യത്തിൽ എന്തെങ്കിലും ഒന്ന് കുറവ് വന്നതിന്റെ പേരിൽ ഒരൊറ്റ ഭാര്യയെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശിക്ഷിച്ചിട്ടില്ല, വാക്ക് പറഞ്ഞിട്ടില്ല. അതേ സമയത്ത് ശരീഅത്തിന് വിരുദ്ധമായ എന്തെങ്കിലും വിഷയം വന്നാൽ അവിടെ വിട്ടുവീഴ്ചയുമില്ല. തങ്ങൾ കയറി വരുമ്പോ ഭക്ഷണം ഉണ്ടോ? ഭക്ഷണമുണ്ട്. എന്താ ഉള്ളത്? നല്ല പത്തിരി ഉണ്ട്. പത്തിരി എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ആ സ്മൂത്തായതല്ല, കുറച്ച് കട്ടി കൂടുതലുള്ളത്. കട്ടി കൂടുതലുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കഴിഞ്ഞാൽ അതൊന്ന് പൊട്ടിക്കിട്ടണമെങ്കിൽ, കഷ്ണായി കിട്ടണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കേണ്ടി വരും, അത്രയും കട്ടി കൂടും. അതിനാണ് ശരിക്കുള്ള ഉണക്ക റൊട്ടി എന്ന് പറയാം. ഇപ്പൊ അത് കിട്ടുമോ എന്നുള്ളത് അറിയില്ല, അങ്ങനത്തെ മുമ്പൊക്കെ ഉണ്ടായിരുന്നു. ആ ഖുബ്സ് ഉണ്ട്. ഖുബ്സ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും കൂടി ഖുബ്സ് എന്ന് പറയും. ഇന്നുള്ള പൊറാട്ടക്കും ചില ആൾക്കാർ പക്ഷെ ഖുബ്സ് എന്ന് പറയും, അതല്ല ഉദ്ദേശം. ഈ റൊട്ടിയിലേക്ക് കടിക്കാൻ, കൂട്ടിക്കഴിക്കാൻ വല്ലതുണ്ടോ? അപ്പൊ ഒരു ഭാര്യ പറഞ്ഞു, ആ സുർക്കുണ്ട് എന്ന് പറഞ്ഞു. സുർക്ക, അൽ ഖല്ലു, സുർക്കയുണ്ട്. നമ്മളോടാണ് സുർക്കുണ്ട് എന്ന് പറയുന്നെങ്കിൽ നമ്മളെ പ്രതികരണം എന്തായിരിക്കും? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സുർക്ക കൊണ്ടുവരും. നിഅമൽ ലുദുമു വൽ ഖൽ, സുർക്ക നല്ല കൂട്ടാനാണ്. സുർക്ക അന്നും ഇന്നും സാധാരണഗതിയിൽ ഒരു കൂട്ടാനായി ഉപയോഗിക്കുന്നതല്ല, അതൊരു ചേരുവയാണ്. അച്ചാറിലോ ഉള്ളിയിലോ വേറെന്തെങ്കിലുമൊക്കെ ചേർക്കാനൊരു ചേരുവയാണ്. പക്ഷേ ഒരു ഭാര്യ പറഞ്ഞല്ലോ അങ്ങനെ ഒരു സുർക്കയുണ്ട്, ആ അഭിപ്രായത്തെ മാനിക്കുന്നു ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനെ നിരാകരിച്ച് തള്ളിയില്ല, അതിനെ നിരുത്സാഹപ്പെടുത്തിയില്ല, അതാ പറഞ്ഞതിന്റെ പേരിൽ അവഹേളിച്ചതുമില്ല, അത് സ്വീകരിച്ചു. ഒരിക്കലും ഉണ്ടാക്കിക്കൊടുത്ത ഭക്ഷണത്തെ കുറ്റം പറഞ്ഞിട്ടില്ല. ഒരിക്കലും ഒരു ഭക്ഷണത്തെയും കുറ്റം പറഞ്ഞിട്ടില്ല. എന്നാലോ മുഴുവനും തങ്ങൾ അങ്ങനെ ഭക്ഷിച്ചു എന്നാണോ? അല്ല. ഇനിഷ്തഹാഹു അകലഹു, വേണമെന്നുണ്ടെങ്കിൽ തങ്ങൾ ഭക്ഷിക്കും, താല്പര്യമുണ്ടെങ്കിൽ. വഇല്ലാ തറകഹു, ഇല്ലെങ്കിൽ ഉപേക്ഷിക്കും. നമ്മൾ കുറ്റം പറയും ചെയ്യും, മൂക്കറ്റം കഴിക്കും ചെയ്യും. അതാണ് നമ്മളെ സ്വഭാവം. അവര് വന്നു നോക്കും, പറയുന്നത് കേട്ടാ വിചാരിക്കും ഒരൊറ്റ മീനും പൊരിച്ച മീനും തൊട്ടിട്ടില്ലാണ്. പക്ഷെ വന്നു നോക്കുമ്പോ പ്ലേറ്റ് കാലിയാണ്, മുള്ള് വരെ ഇല്ല. അപ്പൊ അത്രയും ടേസ്റ്റിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, അതുകൊണ്ടാണ് മുള്ളില്ലാത്തത്. വേറെന്തൊക്കെ ഒരു പോരായ്മ പറഞ്ഞിരുന്നു. അപ്പൊ വീട്ടുകാരി വന്നിട്ട് പറയാണ്, ഭാര്യ വന്നിട്ട് പറയാണ്, അല്ലെങ്കിൽ പെങ്ങൾ വന്നിട്ട് പറയാണ്, ഞാൻ വിചാരിച്ചു നീ നാളെ രാവിലെ പുതിയ മീനൊന്നും പൊരിക്കേണ്ടി വരില്ല, ഇതെന്നെ മതിയാകും. പക്ഷെ പ്ലേറ്റിലൊന്നുമില്ലല്ലോ. അത് കഴിച്ചു. പറയാനൊക്കെ പറഞ്ഞും ചെയ്തു. ഒരിക്കൽ പോലും ശ്രേഷ്ഠമായ സ്വഭാവമാണ്, നമ്മൾ സ്വീകരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട തലമാണ്. നിങ്ങൾ നോക്കി എന്തൊരു സൗന്ദര്യമുണ്ട് ആ സ്വഭാവത്തിൽ. ആളെ പേരൊന്നും പറയാൻ കഴിയില്ല. മുമ്പൊരു പ്രധാനമന്ത്രി കേരളം സന്ദർശിച്ചപ്പോ പത്രത്തിൽ ഞങ്ങൾ റിപ്പോർട്ട് വന്നിരുന്നു. തിരൂര് റെയിൽവേ ഉദ്യോഗസ്ഥന്മാർ ഒരു സ്വീകരണം ഒരുക്കിയിരുന്നു, ഒരു സദ്യ ഒരുക്കുന്നു, ഭക്ഷണ സദ്യ ഒരു പ്രധാനമന്ത്രിക്ക്. ആരാന്ന് ചോദിക്കരുത്, വിഷയം പറഞ്ഞാൽ മതി. പക്ഷെ അവിടെ ഒരു സാധനം ഇല്ലാത്തത് കൊണ്ട് 2-3 ആളുകളുടെ പണി പോയി. എന്താ ഇല്ലാത്തത്? തൈരുണ്ടായില്ല. തൈര് ചോദിച്ചത്ര. അപ്പൊ തൈര് അതിന് ബാക്കിയെല്ലാം ഉണ്ട്, പൊരിച്ചതുണ്ട്, കരിച്ചതുണ്ട്, വറവിട്ടതുണ്ട്, വറവിടാത്തതൊക്കെ ഉണ്ട്. പക്ഷെ തൈരുണ്ടാക്കാൻ നേരം കിട്ടിയിട്ടുണ്ടാകൂല, അതൊക്കെ ഉണ്ടാക്കണ്ടേ? ഒരു പക്ഷെ അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടാകൂല. അതുകൊണ്ട് അവർക്കൊരു ചെറിയ സസ്പെൻഷൻ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതൃക അങ്ങനെയല്ല. മഅബ തഅമൻ ഖത്തു ഇൻ ഇസ്തഹാഹു അകലഹു വഇല്ലാ തറകഹു. സുബ്ഹാന മൻ ജല്ല ജലാലുഹു. ചിലരൊക്കെ ഭക്ഷണത്തിൽ നിന്ന് എന്തെങ്കിലും കുറുമ്പ് കിട്ടിയാൽ പിന്നെ അസിലിന്റെ അസിലടക്കം വിളിക്കും. സഹോദരിയെ മാത്രം വിളിക്കുകയാണെങ്കിൽ പിന്നെ മാത്രം വെക്കാം. അങ്ങനെ പോകും പരമ്പര. ബാപ്പാന്റെ അപ്പുറത്തും ഉമ്മാന്റെ അപ്പുറത്തൊക്കെ പോകും. നഊദു ബില്ലാഹ്. ഒരിക്കലും ഇത്ര താഴ്ന്നൊരു സ്വഭാവമല്ല. അല്ലെങ്കിൽ ഒരു മുടി കിട്ടി, ആരെ മുടിയാ നോക്കിയിട്ട് നീളമുള്ള മുടിയാണ്, പുരുഷന്റേതാവൂലല്ലോ, സഹോദരിമാരുടേതാണ്. സാധാരണഗതിയിൽ ഏത് ഭക്ഷണം ഉണ്ടാക്കിയാലും ഇങ്ങനെ എടുത്തിരുന്ന സ്വഭാവമൊന്നുമില്ലല്ലോ. അതെങ്ങനെ ഒരു പക്ഷേ പാറിപ്പറന്ന് വീണതായിരിക്കും. നജസ്സും അല്ല, ഒന്നുമല്ല. എടുത്തിട്ടാ മതി എന്നല്ല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചത്. ആ മുടിയെടുത്തിട്ട് ദ്വാരക്കണമെന്നാണ് തങ്ങൾ പഠിപ്പിച്ച സ്നേഹ സ്വഭാവം. ഇത്ര സൗന്ദര്യമുള്ള സ്വഭാവം ഏതാണ്? ഇത്ര സൗന്ദര്യമുള്ള ഇസ്ലാമിന്റെ മർമ്മമേതാണ്? അംർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. മഹാനവറുകൾ ഒരു മരത്തിന്റെ പാത്രത്തിലാ വെള്ളം കൊണ്ടുവന്നു കൊടുത്തത്. ആ മരപ്പാത്രത്തിലേക്ക് തങ്ങൾ കുടിക്കുന്നതിന്റെ മുമ്പൊന്ന് നോക്കി. ഏത് ആള് വെള്ളം തന്നാലും കുടിക്കുന്നതിന്റെ മുമ്പ് വെള്ളത്തിലേക്കൊന്ന് നോക്കൽ സുന്നത്തുണ്ട്. അതിൽ വല്ല കുറുമ്പുണ്ടോ അല്ലെങ്കിൽ വല്ലതും ചാടിയിട്ടുണ്ടോ എന്നറിയാനാണത് സുന്നത്താണ്. എപ്പോഴും അങ്ങനെ നോക്കുന്നത് സുന്നത്തുണ്ട്. നോക്കൽ ശീലമല്ലെങ്കിൽ നോക്കിക്കോളൂ, ഒരു സുന്നത്ത് ലഭിച്ചോട്ടെ. തങ്ങളങ്ങനെ നോക്കിയപ്പോൾ ഒരു മുടിയുണ്ട്. കൊണ്ടുവന്ന സ്വഹാബിയുടെ മുടിയാണ്. വെള്ളം ഒടിച്ചു കളഞ്ഞില്ല. പാത്രം കൊണ്ട് ആ സ്വഹാബിയെ എറിഞ്ഞില്ല. എന്തെങ്കിലും ഒരു വാക്കിയെ കേടായി പറഞ്ഞില്ല. തങ്ങളാ മുടിയങ്ങ് കയ്യിലെടുത്തു. സ്വഹാബത്ത് പറയുന്നു, അവിടുന്നൊരു ദുആ, അല്ലാഹുമ്മ ജമ്മിൽഹു. അല്ലാഹുവേ, ഈ സ്വഹാബിന്റെ അഴക് നീ നിലനിർത്തി കൊടുക്കണേ അല്ലാ. എന്താ പ്രാർത്ഥന! അപ്പൊ ഭാര്യന്റെ മുടിയാകുമ്പോ അത് എടുത്തിട്ട് അല്ലാഹുമ്മ ജമ്മിൽഹാ, അല്ലാഹുവേ എന്റെ ഭാര്യയുടെ സീനത്ത്, അഴക്, നല്ല പത്രാസുള്ള ആരോഗ്യം നീ നിലനിർത്തി കൊടുക്കുക അല്ലാ. അങ്ങനെ നമ്മളൊക്കെ ഒരു വയ്യാവേലിയിലാകുമ്പോ അവരെ ആരോഗ്യം കൊണ്ട് നമ്മളെ സംരക്ഷിക്കാൻ കഴിഞ്ഞാൽ വലിയ കാര്യമല്ലേ? ചെറിയൊരു കുറുമ്പ് ചാടിയാൽ തന്നെ വെള്ളം മുഴുവനും മറിച്ച് കളയുന്ന ആൾക്കാരാണ് നമ്മൾ. അള്ളാഹുവിന്റെ മുന്നിൽ നമ്മൾ അതിന് കണക്ക് പറയേണ്ടി വരും. അങ്ങനെ കളയാൻ പറ്റില്ല. വെള്ളം അമൂല്യമാണ്, വിലമതിക്കാൻ കഴിയാത്ത ഒന്നാണ് വെള്ളം. അതുകൊണ്ടാണ് ആര് ചോദിച്ചാലും വെള്ളം കൊടുക്കണം എന്ന് പറഞ്ഞത്. വെള്ളം തടയാൻ പറ്റുമോ? ഒരു മനുഷ്യനും ഒരു ജിന്നിനും ഒരു വർഗത്തിനും ഒരു നാൽക്കാലിക്കും തടയാൻ പറ്റാത്തതല്ലേ വെള്ളം. സലാസത്തുൻ ലാ യഹില്ലു മൻഉഹാ. 3 വസ്തുക്കൾ ആർക്കും തടയാൻ പാടില്ല. ആര് ചോദിച്ചാലും കൊടുക്കണം. അതിലൊന്നാണ് അൽമാഉ, വെള്ളം. ആര് ചോദിച്ചാലും വെള്ളം കൊടുക്കണം. കാരണം വെള്ളത്തിന്റെ നിലവാരം അങ്ങനെയാണ്, അമൂല്യമാണത്. ആ വെള്ളം തങ്ങൾ മറിച്ചു കളയാതെ മുടിയെടുത്തിട്ട് ആ മുടി ഇങ്ങനെ ദുആ ചെയ്തിട്ട് ഒഴിവാക്കി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നേരം കുറെ ഉപയോഗിച്ച്, സമയം കുറെ ചെലവഴിച്ച് നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടുവന്നു. സ്വാദുണ്ട് എന്നത് എല്ലാവരും ഏകകണ്ഠമായി സമ്മതിക്കുന്ന തരത്തിൽ ചേരുവകളൊക്കെ ചേർന്നിട്ടുണ്ട്. നമ്മളും ഭക്ഷിച്ചു തുടങ്ങിയപ്പോൾ നല്ല സ്വാദുണ്ട്. ഇടയിൽ എവിടെയെങ്കിലും ഒരു കല്ല് കടിച്ചാൽ, എവിടെയെങ്കിലും ഒരു കുറുമ്പ് വന്നാൽ, എവിടെയെങ്കിലും ഒരു രോമം വന്നാൽ ഭക്ഷണം കഴിക്കാതെ പോകുന്നത് സ്വഭാവത്തിന് എതിരാണ്, ഇസ്ലാമിന്റെ സൗന്ദര്യത്തിന് എതിരാണ്. അങ്ങനെയാണെങ്കിൽ തങ്ങൾ ആ വെള്ളം കുടിക്കാതിരിക്കേണ്ടിയിരുന്നു. കുടിക്കാതിരുന്നിട്ടില്ലത് കുടിച്ചിട്ടുണ്ട്. അഥവാ അങ്ങനെ സംഭവിച്ചതിന് ഒരു കുറ്റം പോലും പറഞ്ഞില്ല എന്നല്ലല്ലോ, തങ്ങൾ അനുകൂലമായി പ്രാർത്ഥനയല്ലേ നടത്തിയത്. സ്വഹാബത്ത് പറയുന്നു, ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നു, 93 വയസ്സാകുമ്പോ ആ സ്വഹാബിയെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. താടിയിലോ തലയിലോ ഒരൊറ്റ രോമവും നരച്ചിട്ടില്ല.
കാരണം തങ്ങൾ ദുആ ചെയ്തത് അല്ലാഹുമ്മ ജമ്മിൽഹു, അഴക് നിലനിർത്തി കൊടുക്കുക അല്ലാ, സൗന്ദര്യം നിലനിർത്തി കൊടുക്കുക അല്ലാ. അതല്ലേ നമ്മൾ സ്വീകരിക്കേണ്ട ശ്രേഷ്ഠമായ സ്വഭാവം. അവിടെ കണക്ക് പറയരുത്, ഉണ്ടാക്കിയ ചേരുവകളുടെയും ഭക്ഷണ സാധനങ്ങളുടെയും വില പറയരുത്. അങ്ങനെ പറയുന്നതൊക്കെ അവർ അവമതിക്കലാണ്. അപ്പൊ തങ്ങളുടെ ശ്രേഷ്ഠമായ സ്വഭാവം എന്താണ്? മുസ്ലിം സ്വീകരിക്കേണ്ട ഏറ്റവും വലിയ സൗന്ദര്യം അതാണ്. മുസ്ലിമിനെ വായിച്ചെടുക്കേണ്ടത്, മുസ്ലിമിനെ അനുഭവിക്കേണ്ടത്, കൂടെ നടക്കുന്നവൻ ഒരു 10 മിനിറ്റ്, കൂടെ ജീവിക്കുന്നവൻ ഒരു ദിവസം, അല്ലെങ്കിൽ അര ദിവസം നമ്മിൽ നിന്ന് വാസനിക്കേണ്ടത് എന്താണ്? എന്ത് സൗന്ദര്യമാണ്? ആകാര സൗന്ദര്യമല്ല, അത് നമുക്ക് സ്വന്തമുള്ളതല്ല. സാമ്പത്തികമായ സ്രോതസ്സല്ല, അത് നമുക്ക് സ്വന്തമുള്ളതല്ല. നമുക്ക് സ്വന്തമുള്ളത് ശ്രേഷ്ഠമായ സ്വഭാവ മഹിമയാണ്. അത് കാണുമ്പോഴാണല്ലോ പകർത്തുക, അത് കാണുമ്പോഴാണല്ലോ മനസ്സിന് മാറ്റം വരിക, അത് കാണുമ്പോഴാണല്ലോ അധർമ്മ ലോകത്തിൽ നിന്ന് രാജിയാവുക, അത് കാണുമ്പോൾ